ഒരു ഉപകാരമില്ലാത്ത നമ്മളെ നാടുമായി ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളെ രണ്ട് ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിങ്ങനെ തിന്നുക. അതാണ് ഇപ്പം നമ്മളെ കുട്ടികൾ ചെയ്യുക. രണ്ട് ബ്രെഡിൻ്റെ ഇടയിൽ ഈ ജാതി സാധനങ്ങളൊക്കെ കയറ്റി വെക്കുക. എന്താ പറയുക, കുറച്ച് തക്കാളിയോ കുറച്ച് എന്താ പറയുക ഇതൊക്കെ കയറ്റി വെച്ചിട്ട് രണ്ട് ബ്രെഡിൻ്റെ അടിയിലാക്കിയിട്ട് ഇത് തിന്നുക. എന്നിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അടുത്ത ആൾക്ക് കയറ്റി വിടുക. ഇതാണല്ലേ, എന്ത് തിന്നാണെങ്കിലും അത് കയറ്റി വിടണം. അതും ചേന തിന്നതായി ആരും ഒരുങ്ങിപ്പോൾ ചേന കൂട്ടാണ്ടാക്കി തിന്നുന്നതായിട്ട് ഓള് അപ്പുറത്ത് ദുബായിലുള്ള ഇത്താത്താക്ക് വിടൂല. കാരണം അത് ചേന തിന്നെന്ന് പറഞ്ഞാൽ തന്നെ മോശമാണ്. അങ്ങനെയല്ലേ? അതേ സമയത്ത് രണ്ട് ബ്രെഡിൻ്റെ ഇടയിൽ ഏതോ സൂപ്പർ മാർക്കറ്റിലെ ഏതോ കാലത്ത് അറുത്ത പോത്തിൻ്റെ കഷ്ണം അതിങ്ങനെ സ്ലൈസാക്കിയിട്ട് മുറിച്ചിട്ട് അതൊന്ന് പാകപ്പെടുത്തിയിട്ട് രണ്ട് ബ്രെഡിൻ്റെ അടിയിൽ വെച്ച് തിന്നുന്നതും അഞ്ചത്തിനോട് പറയും ഫോട്ടോ എടുക്ക് എടുത്താത്താക്ക് കൂടും. ഇതിൻ്റെ ഉള്ളിലുള്ള എന്താ, ഈ ഇറച്ചി കഷ്ണത്തിൻ്റെ ഉള്ളിലുള്ള രോഗത്തിന് കണക്കുണ്ടാവില്ല. കാരണം അതിന് എന്ന അർത്ഥത അറിയൂല, ഇപ്പം ഇന്ന് നമ്മൾ വാങ്ങുന്ന മീൻ പെട്രോളിംഗ് നിരോധനം വന്നു കഴിഞ്ഞു ഇല്ലേ? പെട്രോളിംഗ് നിരോധനത്തിന് സമയമാണ്. അപ്പം നമ്മൾ ഇന്ന് വാങ്ങുന്ന മീനിനെ വിശ്വസിക്കണ്ട. നിങ്ങൾ ഫ്രഷ് മീനെ നിങ്ങൾ അങ്ങനെ കിട്ടണം. അത് നിങ്ങൾക്ക് ഉറപ്പാകണം. കടലിൽ നിന്ന് വരുന്ന വള്ളത്തെ നിങ്ങൾ കാണണം. എന്നോടിപ്പോൾ മീൻ കൊണ്ടിരുന്ന ആളുകൾ തന്നെ എന്നോട് എന്ത് പറയുന്നറിയോ, മംഗലാപുരം മത്തി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഒരു ഏരിയയിൽ ഇറക്കിയിട്ട് അവിടുന്ന് വള്ളത്തിൽ കയറ്റിയിട്ട് വള്ളം കുറേ ദൂരം പോയിട്ട് പിന്നെ നേരെ അങ്ങോട്ട് വരും. മനസ്സിലായില്ല? ഇത് നാടൻ മത്തി എന്ന പേരിൽ വരും. സാധനം എന്താണ്? വരുത്തു മത്തിയാണ്. എല്ലാം കളിയാണ്. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന മീൻ അങ്ങനെ ഇതൊന്നും പൊന്നാരോ സഹോദരന്മാരെ ഇന്ന് വിശ്വസിക്കാൻ പറ്റൂല. അതേ സമയത്ത് പഴയ കാലത്ത് ഈ ട്രോളിംഗ് നിരോധന കാലത്ത് നമ്മൾ മീൻ തിന്നൂല, മീൻ കിട്ടൂല. നമ്മളെ മുൻഗാമികൾക്ക് എന്താ കഴിക്കുക? താള് എന്ന് പറഞ്ഞാൽ അറിയില്ല. താളത്ത് ഒരു പ്രത്യേക വിഭവമാണത്. തവര അത് കഴിക്കും. നമുക്കിപ്പോഴും മീൻ തന്നെ കിട്ടണം. എന്താ മീനിന് വില? 300-400 ഒക്കെ മീനിന് വില. ഈ മീനോ എവിടെയൊക്കെ മയ്യത്തിനിടുന്ന ഈ രാസവസ്തുക്കൾ ഇട്ടിട്ടാണ് ഈ മീൻ കൊണ്ടുവരുന്നത്. അതെ ഞാൻ പറയുന്നത് നല്ല മീൻ കിട്ടിയാലും ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് വിശ്വസിച്ച് കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണ്, നിങ്ങളുടെ ഇതാ പറയുക വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ചേമ്പിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവ വളരെ കൂടുതലാണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. omega-3 ഫാറ്റി ആസിഡുകൾ, സിങ്ക്, പൊട്ടാസ്യം എന്നിവ ഏറ്റവും അടങ്ങിയ വിഭവമാണ് ചേന. omega-3 ഫാറ്റി ആസിഡുകൾ, സിങ്ക്, പൊട്ടാസ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ചേനയിൽ. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ചേമ്പിൽ. ഇതൊന്നും ഈ അളവിൽ കപ്പയിൽ അടങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ വിഭവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചേനയിലും ചേമ്പിലൊക്കെ അടങ്ങിയിട്ടുള്ള ഈ പ്രത്യേക ഘടകങ്ങളുടെ ഗുണം എന്താണ്? അതൊരുപാട് പ്രതിരോധ ശേഷി ശരീരത്തിന് നൽകുന്നതോടുകൂടെ തന്നെ ചീത്ത കൊളസ്ട്രോൾ LDL പുറത്തേക്ക് തള്ളാൻ ഇത് സഹായിക്കും. അമിതവണ്ണം കുറക്കും. ചേനയും ചേമ്പും ധാരാളം നിത്യമായി ഭക്ഷണത്തിൽ ചേനയും ചേമ്പും ഉപയോഗിക്കുന്ന ആളുടെ ഗുണം എന്താണ്? ഈ പൊണ്ണത്തടി കുറയും. നമ്മളെ നാട്ടിലെ വിഭവം കഴിച്ചാൽ പൊണ്ണത്തടി ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ വിഭവം നിർത്തിയിട്ട് പുറത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്ന അരി, നമ്മളെ നാട്ടിൽ ഈ കേരളത്തിൻ്റെ വൃത്തത്തിൽ എവിടെയെങ്കിലും നമ്മൾ മന്തി അരി ഉണ്ടാക്കുന്നുണ്ടോ? പറയും. ഇത് നമ്മളെ നാട്ടിലെ അരിയല്ലല്ലോ, വേറൊരു സാഹചര്യത്തിൽ ഉണ്ടാക്കിയ അരി. നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന നെല്ല് ഈ അരി ഉണ്ടാവില്ല, അത് ഉണ്ടാക്കാൻ കഴിയൂല. ഞാനൊരു കർഷകൻ, എനിക്കറിയുള്ളൂ. അത് നമ്മളെ നാട്ടിലെ വിഭവമല്ലത്. ആ അരി നമ്മളെ നാട്ടിലെ അരിയല്ല. അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഈ എന്താ പറയുക 120, 130, 180 ഒക്കെ കൊടുത്ത് ഒരു കിലോ അരി ഇപ്പം നമ്മളെ സ്ഥാപനത്തിൽ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാനും ചില കമ്മിറ്റിക്കാർ തമ്മിൽ തല്ലുണ്ടാക്കും. എന്താ പറയുക, അവർക്ക് 110 അരി വാങ്ങിയാലേ സമാധാനമാകും. ഞാൻ
ഇപ്പോൾ ബിരിയാണിക്ക് അരി വാങ്ങുകയാണെങ്കിൽ തന്നെ ഏറി വന്ന 64, 65, 68 അതിൻ്റെ അപ്പുറത്തേക്ക് അരി വാങ്ങരുത്. അതിന് ബിരിയാണി നന്നാവില്ല. നന്നാവണ്ട, അതിന് നന്നായാൽ മതി. അതിനേക്കാൾ കുറച്ചുള്ള സ്ഥലങ്ങളും എനിക്കറിയാം. ഒരു 50 ഉറുപ്പ്യക്ക് ഒരു ബിരിയാണിൻ്റെ നെയ്ച്ചോറിൻ്റെ അരി കിട്ടുന്നത് എനിക്കറിയാം. അതൊക്കെ മതി നമുക്ക്. ഇന്ന് നമ്മളെ വെപ്പുകാർക്ക് 120 അരി. എന്നോട് ഒരാൾ വിളിച്ചു, ഒരു ഭക്ഷണം വെക്കണം എന്നപ്പോൾ അരി വാങ്ങണം, എന്നാലിന്ന അരി വാങ്ങണം. അപ്പോൾ അതിന് വലിയ എത്രയായി 120 ഉറുപ്പ്യ. ഞാൻ പറഞ്ഞു അത് വേണ്ട. അല്ല, ചോറ് നന്നാവില്ല ഉസ്താദേ, ചോറ് നന്നാണ്ട. അല്ല, നമ്മൾ വരുന്നവർക്ക് നമ്മൾ നല്ലത് കൊടുക്കണ്ടേ? നമുക്ക് പറ്റുന്നത് കൊടുത്താൽ മതി, അതിന് പറ്റിയത് വന്നാലും മതി. അല്ല, എന്താ അവസ്ഥ ഇത്? നമ്മളെ ഈ നാട്ടിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഈ അരി ഉണ്ടാക്കുന്നുണ്ടോ? ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് അരിയാണോ? ഈ വേറെന്താ? അല്ലാഹു അഅല, നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ നാട്ടിൽ നമ്മളെ വിഭവങ്ങൾ ധാരാളം, നമ്മുടെ ശരീരത്തിലേക്ക് ഗുണമുള്ള ധാരാളം നേട്ടങ്ങളുള്ള ഇത്രയും ഇപ്പോൾ LDL കൊളസ്ട്രോളിനെ കുറക്കാൻ ഉപകരിക്കുന്നതാണ് ചേന, കാച്ചിൽ. ഇതിലൊക്കെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതെയാക്കും. അമിതവണ്ണം കുറക്കും. വളരെ ഔഷധമായിട്ടാണ് ചേനയെ ഔഷധമായിട്ടാണ് ആയുർവേദം ഒരു ഔഷധം. ആ ഔഷധത്തിൽ ഒരു ഏകദേശം മരുന്നിലൊക്കെ കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് ചേന, കാച്ചിൽ. ഒരു ഹോർമോൺ ബാലൻസിനൊക്കെ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഈ ചേനയാണെങ്കിലും കാച്ചിലാണെങ്കിലും ഒക്കെ. ആയുസ്സും ആരോഗ്യവും, അതായത് വിശാഖം തിരുനാൾ മഹാരാജാവ് പട്ടിണി മാറ്റാൻ വേണ്ടി കപ്പ ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ പൗരാണികമായി ഭക്ഷണം കേവലമുള്ള സ്റ്റാർച്ച് മാത്രമല്ല, നമ്മളെ ആചാര്യന്മാർ ജനങ്ങളെ പഠിപ്പിച്ചത് സ്റ്റാർച്ച് അന്നജം കൂടുതൽ കയറ്റുക എന്നുള്ളതല്ല. അന്നജം വേണം, പക്ഷെ അന്നജത്തെക്കാൾ കൂടുതൽ നമ്മുടെ ബോഡിയുടെ കൃത്യമാക്കുന്ന അതിൻ്റെ വാത പിത്ത കഫ ദോഷങ്ങളെ അതിനെ ബാലൻസ് നിയന്ത്രിക്കുന്ന ഭക്ഷണക്രമങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഇപ്പം ചേന ഈ ചേമ്പ്, കാച്ചിലൊക്കെ കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയുസ് പടച്ചോൻ തരും, പക്ഷെ ആരോഗ്യം നിലനിൽക്കും. അതുകൊണ്ട് ലോകത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം സൂപ്പർ ഫുഡ്സിൽ ഉൾപ്പെടുത്തിയതാണ് ചേന. സൂപ്പർ ഫുഡാണ് ചേമ്പ് എന്നിവ. ഇതിപ്പോൾ ഉദാഹരണം പറയുക, ഇത് നമ്മുടെ എന്താ പറയുക, ഇതിപ്പോൾ ഏതാ മാസം? കർക്കിടകമായോ? ഏതാ? മിഥുനല്ലേ? മിഥുനെത്രയായി? മിഥുനെത്രയായി? മിഥുനമെത്രയായി? മിഥുനെത്രയായി? മിഥുനെത്രയായി? മിഥുനം 20. ഇന്ന് മിഥുനം 20. തൊട്ടടുത്ത് കർക്കിടകം. ഇപ്പോൾ തന്നെ ഇപ്പം ഭൂമി തണുത്തു. കർക്കിടക കഞ്ഞി എന്നും കുടിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് കർക്കിടക കഞ്ഞി കുടിക്കേണ്ട ഒരു സമയമാണ്. അപ്പം ഇതിലൊക്കെ കുട്ടികൾ മത്സരിക്കണം. അപ്പോൾ വീടുകൾ ഉദാഹരണം പറയാം ശനി ഞായർ ദിവസങ്ങളിൽ പിന്നെ സ്കൂളില്ല, കോളേജില്ല. അപ്പോൾ പെൺകുട്ടികളൊക്കെ, വീട്ടിലുള്ള പെൺകുട്ടികൾ മത്സരിക്കണം. എന്ത്? നാടൻ വിഭവം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. ഇലകൾ പുറത്തിറങ്ങിയിട്ട് നല്ല ഇല കിട്ടും. ഇപ്പം തവര കൊണ്ടുവന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയ തവര കിട്ടുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. താള് കിട്ടുമല്ലോ. എന്നാലും നമ്മളെ സൈഡുകളിലൊക്കെ കിട്ടും. ഈ സാധനം കിട്ടും. പ്രത്യേകിച്ച് അതിൽ എന്തുണ്ടാവില്ല എന്നറിയോ? ഇന്നത്തെ ഈ മോശപ്പെട്ട വളങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് അതൊരു നേച്ചുറൽ സാധനമാണ്. ഇത്തരം കാര്യങ്ങൾ എന്താ അതൊരു പണിയായി എടുത്താൽ എന്താ? പെൺകുട്ടികൾ ശനിയാഴ്ച രാവിലെ 1 മണിക്കൂർ എന്ത് ചെയ്യുക? ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കുക. ആ ഒരു ഗുണം കൊണ്ട്. എന്നിട്ട് നാച്ചുറൽ ഫുഡ് ഉണ്ടാക്കുക. ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്നല്ല ആഗ്രഹിക്കുക. എനിക്കറിയാം പെൺകുട്ടികൾ എന്താ ചെയ്യുക. പെൺകുട്ടികൾ പിന്നെ ശനി ഞായർ നല്ല ഭക്ഷണം ഉണ്ടാക്കുക. അവർ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുക. ബിരിയാണി നമ്മളെ ഭക്ഷണമല്ല. ബിരിയാണി നമ്മളെ വിഭവമേ അല്ല. ബിരിയാണി പേർഷ്യയിൽ കയറി വന്നതാണ്. നമ്മളെ വിഭവം കഞ്ഞിയാണ്. നമ്മളെ അടിസ്ഥാന വിഭവം ബിരിയാണി അല്ല. ബിരിയാണി നമ്മളെ ഭക്ഷണേ അല്ല.
ബിരിയാണി നമ്മളെ ഭക്ഷണമേ അല്ല. നമ്മളെ ഭക്ഷണം എന്താ പറയുക? കർക്കിടകക്കഞ്ഞി എത്രയോ കാലം, ആയിരക്കണക്കായ കൊല്ലങ്ങളായി നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്ന ആ കർക്കിടകക്കഞ്ഞി അതേത് കാലത്തും കഴിക്കാം. മഴ പെയ്ത് ഭൂമി ഒന്ന് തണുത്താൽ ശരീരത്തിൻ്റെ ഒരു ബാലൻസിന് വളരെ നല്ലതാണ് കർക്കിടകക്കഞ്ഞി. ഈ കർക്കിടകക്കഞ്ഞിക്ക് കൂട്ടായി കഴിക്കാനുള്ള സാധനമാണ് ചേന, ചേമ്പ്, കൗത്ത്. ഇത് ഈ കൊല്ലം നമ്മൾ എന്ത് ചെയ്യാം? മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കോളി. അടുത്ത കൊല്ലം ആകുമ്പോഴത്തിന് എന്ത് ചെയ്യണം? സ്വന്തം പറമ്പ് തന്നെ ഉണ്ടാക്കുക. അത് 10 സെൻറ്റേ 5 സെൻറ്റേ ഉള്ളൂ, ആയിക്കോട്ടെ. പിന്നെ 5 സെൻറ്റിൽ 6 സെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റർലോക്ക് ചെയ്യും. പിന്നെ എവിടെയാണ് ഉണ്ടാക്കുക? 5 സെൻറ്റിൻ്റെ ഉള്ളിലൊരു വീട്, അതിൽ 6 സെൻറ്റും എന്ത് തന്നെയാണ്? ഇൻ്റർലോക്കാണ്. പിന്നെ എന്താ ചെയ്യുക? അപ്പം ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ഗോത്രവർഗ്ഗക്കാർ, ഉദാഹരണം ഗോത്രവർഗ്ഗക്കാരുടെ ചികിത്സ, അവരുടെ ചില ചികിത്സകൾ പലതിനും, ഉദാഹരണം മുറി കെട്ടുക, പിന്നെ അതേപോലെ തന്നെ ഗർഭിണികൾക്കുണ്ടാകുന്ന ആന്തരിക നീറ്റൽ, മുറിവ്, ഇതിനൊക്കെ പരിഹരിക്കുക. ഇതിന് ഗോത്രവർഗ്ഗക്കാർക്ക് പ്രധാനപ്പെട്ട ചില പ്രത്യേകമായ രഹസ്യ ഔഷധങ്ങളുണ്ട്. ആ രഹസ്യ ഔഷധങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു സാധനമാണ് ചേന, പ്രത്യേകിച്ച് കാട്ടുചേന ഇല്ലാത്തൊരു ഔഷധം ഗോത്രവർഗ്ഗക്കാർക്കില്ല. അതെ, കാട്ടുചേന അല്ല വലുതാവില്ല, പക്ഷെ അത് ഭയങ്കര ഔഷധ ഗുണമായി. ചൊറി കൂടുകയും ചെയ്യും, പക്ഷെ ചൊറി കൂടിക്കോട്ടെ, ചൊറി കൂടിയാലും അത് കഴിക്കാനൊരു വിധമുണ്ട്. ചൊറിയുള്ള സാധനത്തിന് അതിന് കഴിക്കാനൊരു വിധമുണ്ട്. മോരോ തൈരോ കൂട്ടണം. മോരോ തൈരോ കൂട്ടിയാൽ, ചൊറിയുള്ള സാധനങ്ങളിൽ മോരോ തൈരോ കൂട്ടിയാൽ എന്ത് ചെയ്യാൻ കഴിയും? ആ ചൊറിയെ ഇല്ലാതാക്കാൻ പറ്റും. ഒറ്റയ്ക്ക് കഴിക്കരുത്. ആ ചേനയാണെങ്കിലും ചേനത്തണ്ടാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ തൈരോ മോരോ കൂട്ടിയാൽ മതി, ബാലൻസ് ചെയ്യാൻ പറ്റും. പഴയ കാലം മുതലേ നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവരിക. പ്രധാനം പറയാ, സൂരണ എന്ന അർത്ഥത്തിലാണ് ചേന, സൂരണ എന്ന പദമാണ് ചേനക്ക് സംസ്കൃതത്തിലുള്ളത്. നമ്മുടെ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം, ഉദാഹരണം ഭാവപ്രകാശ നിഘണ്ടുവായാലും അഷ്ടാംഗഹൃദയമായാലും ഇവിടെ പുസ്തകങ്ങളൊക്കെ, ആ ഗ്രന്ഥങ്ങളിലെല്ലാം ചേനക്ക് സൂരണ എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് അതിൻ്റെ ചില ഗുണങ്ങൾ ആയിരക്കണക്കായ വർഷങ്ങളായി നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ എഴുതി വച്ച ചേനയുടെയും ചേമ്പിൻ്റെയും ചില ഗുണങ്ങളെ നമ്മുടെ ഭാരതീയ ആചാര്യന്മാർ എഴുതി വെച്ച ചില വസ്തുതകളെ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കാം. സൂരണോ ദീപനഃ രൂക്ഷഃ കഷായഃ കടുമാൻ ലഘുഃ വിഷ്ടംബീ കഫവാദഗ്നഃ അർഷസാം പഥ്യമച്യുതം വിശേഷാദർശസാം പഥ്യം ദീപനം പാചനം ലഘു സർവേഷാം കന്ദശാകനാം സൂരണഃ ശ്രേഷ്ഠ ഉച്യതേ. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് അഗ്നിയെ ഉണർത്താൻ ചേനക്ക് കഴിയും. ശരീരത്തിൻ്റെ ഉള്ളിലെ അഗ്നിയെ ഉണർത്താൻ, ജഠരാഗ്നിയെ ഉണർത്താൻ ചേനക്ക് കഴിയും. ദഹനം സുഗമമാക്കും. അതായത് അങ്ങനെ ഉറഞ്ഞു കെട്ടിക്കിടക്കൂല, ആമാശയത്തിൽ തന്നെ ഉറഞ്ഞു കെട്ടിക്കിടക്കൂല. അത് രൂക്ഷതയുള്ളതാണ്. കഷായ കടു രസങ്ങളോട് കൂടിയതാണ്. അത് വിഷ്ടംബി സൂരണോ ദീപനഃ രൂക്ഷ കഷായ കടുമാൻ ലഘുവ വിഷ്ടംബി കഫ വാദഗ്ന അർഷസാം പഥ്യമച്യുതം. അതായത് പിത്ത കഫങ്ങളെ സന്തുലിതപ്പെടുത്താനും അതിന് കഴിയും. വാദപിത്ത കഫദോഷങ്ങളെ ശമിപ്പിക്കാൻ ചേനക്ക് കഴിയും. എല്ലാ രോഗശമനം അത് അർഷസാം പഥ്യം അച്യുതം വിശേഷാദർശസാം പഥ്യം ദീപനം ചാപനം ലഘു സർവേഷാം കന്ദശാകനാം സൂരണഃ ശ്രേഷ്ഠ ഉച്യതേ. കിഴങ്ങുകളിൽ ശ്രേഷ്ഠ ഉച്യതേ സർവേഷാം കന്ദശാകാനാം സൂരണഃ ശ്രേഷ്ഠ ഉച്യതേ. രോഗമുള്ളവർക്ക് കഴിക്കാൻ അത് പ്രത്യേകമായതാണ് എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷ്യപദാർത്ഥങ്ങളിൽപ്പെട്ടതാണ് ചേന. ആയിരക്കണക്കായ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വിശേഷാദർശസാം പഥ്യം ദീപനം ചാപനം ലഘു സർവേഷാം കന്ദശാകാനാം സൂരണഃ ശ്രേഷ്ഠ ഉച്യതേ. നമ്മൾ കഴിക്കാൻ, നമ്മൾ ഭുജിക്കാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും
ഗുണകരമായ ഒരു വസ്തുവാണ് ചേന, നമ്മുടെ വിഭവമായ ചേന. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഭാവപ്രകാശ നിഘണ്ടുവിൽ നിന്നാണ് വായിച്ചത്. ശുശ്രുതാചാര്യൻ എഴുതി വെച്ച മറ്റൊരു കാര്യം, സൂരണഃ കടുരൂചോഷ്ണഃ കഫവാദപിത്ത വിനാശനഃ ഗുൽമശൂലാർഷസാം പത്യഃ കന്ദഃ സർവഗുണാധിത. ചേന ഉഷ്ണവീര്യമുള്ളതാണ്, ശരീരത്തിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇത് വയറിലെ അസ്വസ്ഥതകൾ, വയറുവേദന, പൈൽസ് രോഗം. ഇന്നിപ്പോൾ ആളുകൾ വലിയ ശതമാനത്തിൽ പൈൽസാണ്. പൈൽസ് ഇല്ലാതെയാക്കും. എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്, ആചാര്യന്മാർ എഴുതി വെച്ച എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട്. പൈൽസ് ഇല്ലാതാക്കാൻ പ്രത്യേക കഴിവാണ്. എന്ത്? ചേനക്ക്. വയറിൽ കെട്ടിക്കിടക്കൂല, ഒരു സാധനം കെട്ടിക്കിടക്കൂല. വയറുവേദന, ഇപ്പോൾ ഉദാഹരണം വയറുവേദന. ഇപ്പോൾ വയറുവേദന നമ്മളെ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, നമ്മളെ കുട്ടികൾക്കൊക്കെ പിന്നെ എന്താ പറയുക, അവരുടെ പീരിയഡ്സിൻ്റെ സമയത്ത് വയറുവേദന സർവ്വസ്ഥിരാണ്. ഈ കുട്ടികൾ എന്താ കഴിക്കണം അതും പറയും. ഇപ്പം മനസ്സിലായില്ല. ഇന്നിപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മളെ പെൺകുട്ടികൾക്ക് കോളേജിൽ പോകാൻ വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ. എന്താ കാരണം? ഇവർ കഴിക്കുന്ന ഭക്ഷണം ഒന്നും നാച്ചുറൽ ഭക്ഷണം അല്ല. ഈ വൃത്തികെട്ട ഈ സാധനങ്ങളാണ് കഴിക്കുന്നത്. ഈ പുതിയ ഇതെന്താ പഠിച്ചോനെ അറിയാം. ഈ കോഴിയും ഈ സാധനവും കഴിക്കുകയാണ്. അതിനില്ലാത്ത കൂട്ടുകൾ, അതും കൂട്ടും. അതൊരു മര്യാദക്കൊരു മുളക് വാങ്ങി പൊരേ പൊടിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തൊക്കെയാണ് ഈ മുളക് പൊടിയിൽ കൂട്ടിയത് പഠിച്ചോനെ അറിഞ്ഞു അല്ലേ? ഒരു മല്ലി വാങ്ങിയിട്ട് ഉണക്കി പൊടിക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല. അതിനൊന്നും പെണ്ണുങ്ങൾക്ക് ഇഷ്ടം എന്താ? മുളകും പൊടിയിൽ വാങ്ങാം, മല്ലിപ്പൊടി വാങ്ങാം, എന്തൊക്കെയാണ് കൂട്ട് അറിയില്ല. ഈ കാര്യം ഇത്തരം കൂട്ടുകൾ. പിന്നെ ഈ എന്താണ് കോഴിയാണോ അല്ലേന്നറിയാത്ത കോഴി ഇത് കഴിക്കണ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, അവളെ പീരിയഡ്സ് ക്ലിയർ ആവില്ല. രണ്ട്, പീരിയഡ്സ് സമയത്ത് അമിതമായ വേദന ഉണ്ടാകും കുട്ടികൾക്ക്. എന്താ പ്രധാനപ്പെട്ട കാരണം? വയറ്റിലെ വേദന ശമിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മളെ മണ്ണിലുണ്ട്, കഴിക്കൂല. ഇപ്പം ഈ പ്രസംഗം കേട്ടിട്ട് വലിയ ഗുണമുണ്ടെങ്കിലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം ഇന്നലെ വരെ ഈ പെണ്ണുങ്ങൾക്ക്, ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് നിങ്ങൾ ചേന കൊടുത്താൽ തിന്നൂല. എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്. എന്താണെന്നറിയോ? പാടത്തേക്ക് പണിക്ക് പോകുമ്പോൾ ചേന പുഴുങ്ങിയിട്ട്, ഓർമ്മ ഉണ്ടാക്കാൻ, ചേമ്പ് പുഴുങ്ങും ഇല്ലേ? പറ. ചേന പുഴുങ്ങും, ചേമ്പ് പുഴുങ്ങും, ചേമ്പ് പുഴുങ്ങും, ചേന പുഴുങ്ങും. ഓർമ്മയുണ്ട് അതൊക്കെ? രാവിലത്തെ ചായക്ക് കടി മധുരക്കെ കേൾക്കും. ചേന പുഴുങ്ങും. ചേനാണ് ചെറിയ സാധനമല്ല, അത് പുഴുങ്ങ. വയറ്റിലൊന്നും കെട്ടിക്കിടക്കൂല. ഇന്ന് പെൺകുട്ടികളായ പെൺകുട്ടികൾക്ക് മുഴുവനും പീരിയഡ്സ് സമയത്തും അല്ലാത്ത വയറുവേദനയാണ്. ആൺകുട്ടികൾക്ക് വയറുവേദന. ഒരു സ്കൂളിലോ കോളേജിലോ പോകുന്ന ഒരു കുട്ടിയെ മാസത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ വയറുവേദന ആർന്ന് കമ്മി നടക്കും. ഇതില്ലേ നമ്മുടെ നാടുകൾ സർവ്വസാധാരണയല്ലേ? പണ്ടിതില്ല. എന്തുകൊണ്ട്? അവർ നാച്ചുറൽ ഇത്തരം ഫുഡ്സ് കഴിക്കും. ഇത് ആയിരക്കണക്കായ ശുശ്രൂഷാചാര്യനൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? വാഗ്ഭടാനന്ദന് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? അപ്പൊ നമ്മുടെ ഭാരതീയ ആചാര്യന്മാരായ മഹാന്മാർ നേരത്തെ തന്നെ നമുക്ക് എന്തൊക്കെ കഴിക്കണം, എന്ത് കഴിക്കരുതെന്ന് വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ച ചേനയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന ഘടകങ്ങൾ കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ആയുർവേദത്തിൽ ചേന മണ്ണിൽ പുതച്ച് ചുട്ടെടുക്കണം. മണ്ണ് കലർത്തിയിട്ട് ചുടും, അടുപ്പിലിട്ട് ചുടും, മണ്ണ് പൊതിഞ്ഞിട്ട് ചുടും. എന്നിട്ട് ആ മണ്ണും അതിൻ്റെ തൊലി ഒഴിവാക്കിയിട്ട് കഴിക്കുക ചെയ്യുക. അത് അപ്പോൾ എന്തുണ്ടാവില്ല? ഈ ചൊറിച്ചിൽ ഒഴിവാക്കും. അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മോര് ചേർത്താൽ മതി. നല്ല മോര് ചേർക്കുക. നന്നായി പുഴുങ്ങിയ വെള്ളം വാർക്കുക. എന്നിട്ട് ആ പുഴുങ്ങിയ ചേനയിലേക്ക് എന്ത് കൂട്ടുക? കുറച്ച് മോരോ തൈരോ കൂട്ടി കഴിച്ചാൽ നല്ല റാഹത്താണ്. വയറ്റും നല്ല സുഖം ഉണ്ടാവും. ഒറിജിനൽ പാല് നീ വാങ്ങിയിട്ട് നിൻ്റെ മനസ്സിലായി പാലിൻ എന്തല്ല പേടിയെന്ന് വാങ്ങുന്ന മോരിൻ്റെ പാക്കറ്റല്ല. നീ കറക്കുന്ന കറവകൾ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഏതൊക്കെയാണെങ്കിലും പശുവിൻ്റെ പാലിപ്പം നമ്മളെ നാട്ടിൽ കിട്ടാനുണ്ടല്ലോ, ആയിക്കോട്ടെ. അതിന് എന്തൊക്കെ ഇനി ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അത് പാല് തന്നെയാണല്ലോ. ആ പാല് കൊണ്ടുവന്നിട്ട് നീ എന്താക്കി? നീ തൈരാക്ക്, നീ മോരാക്ക്. അല്ലാതെ മോര് തൈര് എന്ന് പറഞ്ഞാൽ വേഗം എവിടുക്ക പോടുക? പീടിയൊക്കെ വേണ്ടി പീടി നിന്ന് വന്നു. അതെന്താണ്? അതറിയില്ല. അതിൽ എന്തൊക്കെ കെമിക്കലാ കുട്ടിയത് അറിയില്ല. ഒരു ബോധവും ഇല്ല. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പറഞ്ഞു കൊടുക്കില്ല.
മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതിയുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു കമ്മിറ്റി. അപ്പോൾ ഒരു 10 കൊല്ലം മുമ്പാണ് സംഭവം. മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതിയിലെ അതിൻ്റെ ഒരു കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. പിന്നെ ഒരു ഫാദർ ഉണ്ടായിരുന്നു, ഒരു ഹൈന്ദവ ഒരു ആളും രാജാര്യനുണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് യോഗം വെച്ചിട്ട് അച്ഛൻ വരാൻ കുറച്ച് നേരം വൈകി. എല്ലാവരും എത്തി, യോഗം തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ട് അച്ഛൻ എത്തിയത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് പിന്നെ ക്ഷമാപണം പറഞ്ഞു, എനിക്ക് ഇന്ന് പിന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുർബാന കഴിഞ്ഞിട്ട് ഭക്ഷണത്തിനെക്കുറിച്ചുള്ള ക്ലാസ്സിൽ ഉത്തരവാദിത്തം എനിക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഭക്ഷണത്തിനെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തത് ഞാനാണ്, അങ്ങനെ നേരം വൈകി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതായത് കുർബാനയ്ക്ക് ശേഷം അവർ എന്ത് പഠിപ്പിക്കും? ഭക്ഷണക്രമങ്ങൾ പഠിപ്പിക്കും. നമ്മൾ പറയട്ടെ, നമ്മൾ കൊല്ലത്തിൽ ഒരു വെള്ളിയാഴ്ച ഇന്നത് കഴിച്ചോളൂ, ഇന്നത് കഴിക്കരുത്, അത് പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ ആ മൂല്യം അന്ന് പുറത്താക്കും. ഇതൊക്കെ ഇവിടെ വരണ്ട്. ഒന്ന് പറയില്ല, ഒന്ന് പറയില്ല, 2 പറഞ്ഞാൽ അത് ഇതൊക്കെ ഇപ്പം നിങ്ങൾ പറയേണ്ടത്, ഇതൊക്കെ പറയാനാ അപ്പം നിങ്ങളിവിടെ ഏൽപ്പിച്ച് നമുക്ക് ആയത്തും അജീസും ചോദ്യം പോലെ. എന്താ ഈ ആയത്തും അജീസും കിടക്കുന്നത്? എൻ്റെ ആരോഗ്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി പറയുന്നത്. അതുകൊണ്ട് തന്നെ വല്ല ഗുണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു അറിവനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ജനത ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നത് മുസ്ലിങ്ങളുമാണ്. കാരണം മുസ്ലിയാക്കന്മാരെ തലയിലാണ്. മുസ്ലിയാക്കന്മാർ പള്ളിയിൽ ആരോഗ്യ വിഷയം പറയില്ല.